Hello everyone, welcome back to Grammar Galaxy. I'm here again with another topic, and today we are discussing about the third parts of speech, that is adjectives. I think you all know what an adjective is, but we can learn it in a simple and funny way through this video. An adjective is a word that describes a noun or a pronoun. Adjective എന്ന് പറയുന്ന ഒരു വാക്ക് അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു? നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ഇസ് ഓൾസോ നോൺ ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്. അഡ്ജക്റ്റീവിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു ഡിസ്ക്രൈബിംഗ് വേർഡ്. അതായത് ഒരു സെൻറ്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഇസ് എ സ്മാർട്ട് ഗേൾ. ഈ ഒരു സെൻറ്റൻസിൽ ഗേളിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് സ്മാർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഷീസ് എ ഗേൾ എന്ന് പറയാം. പക്ഷേ ആ ഗേളിനെ അല്ലെങ്കിൽ ഗേൾ എന്ന ആ നൗണിനെ നമുക്ക് കൂടുതലും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മളവിടെ സ്മാർട്ട് എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവിടുത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മാർട്ടാണ്. ദെൻ ദ സ്കൈ ഈസ് ബ്ലൂ. ഇൻ ദിസ് സെൻറ്റൻസ് ബ്ലൂ ഡിസ്ക്രൈബ്സ് ദി സ്കൈ. സ്കൈനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്ത് വേർഡ് കൊണ്ടാണ്? ബ്ലൂ എന്ന വേർഡ് കൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ ഐ ഹാവ് 3 ആപ്പിൾസ്. ഇവിടെ ഹൗ മെനി എണ്ണം കാണിക്കാൻ വേണ്ടിയാണ് 3 എന്ന അഡ്ജക്റ്റീവ് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് കാർ ഇസ് മൈൻ. അതായത് ദാറ്റ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വിച്ച് വൺ, ഏതിനെ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ദാറ്റ് എന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ആഡ്ജക്റ്റീവ്സ്. പൊസിഷൻ ഓഫ് ആഡ്ജക്റ്റീവ്. ഒരു സെൻറ്റൻസിൽ ആഡ്ജക്റ്റീവിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കാണിക്കുകയാണ്. അതായത് ആഡ്ജക്റ്റീവ് ആർ പ്ലേസ് ഇൻ എ സെൻറ്റൻസ് ബിഫോർ ഓർ ആഫ്റ്റർ നൗൺ. ഒരു സെൻറ്റൻസിൽ എന്തായാലും നൗൺ ഉണ്ടാവും. ആ നൗണിൻ്റെ മുൻപോ അല്ലെങ്കിൽ നൗണിന് ശേഷമോ ആയിരിക്കും അഡ്ജക്റ്റീവ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്. ഇനി അഡ്ജക്റ്റീവിൻ്റെ ഒരു ഓർഡർ പറയാണ്. ഇത് എല്ലാ സെൻറ്റൻസിലും ആപ്ലിക്കബിൾ അല്ല. എന്നാൽ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when we use more than one adjective before a noun. അതായത് ഒരു നൗണിന് തൊട്ട് മുന്നേയായി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ 9 ഓർഡേഴ്സ് ഓഫ് അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സെൻറ്റൻസിൽ നൗണിന് തൊട്ട് മുന്നേ ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ് വരുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യും. ആ ഓർഡറാണ് ഈ ഒരു ഇമേജിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേന്ന് പറയുന്ന ക്വാണ്ടിറ്റി, രണ്ടാമത്തേത് ഒപ്പീനിയൻ, മൂന്നാമത്തേത് സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ് അല്ലെങ്കിൽ നൗൺ. ഈ ഒരു ഓർഡറിലായിരിക്കും അഡ്ജക്റ്റീവ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് ഡിറ്റർമിനർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. ഡിറ്റർമിനർ എന്ന് പറയുമ്പം എ ആൻഡ് ദ. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഫ്യൂ, സം, അങ്ങനെ. ദെൻ കംസ് ഒപ്പീനിയൻ, സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ. ലാസ്റ്റ് വരുന്നത് പർപ്പസ് അല്ലെങ്കിൽ നൗൺ. അപ്പോൾ ഇതിനൊരു കോഡുണ്ട്. ആ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു കോഡ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് തെറ്റിപ്പോകില്ല. അതിൻ്റെ കോഡാണ് DOSASCOMP.
അതായത് ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ഒ എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ, എസ് എന്ന് പറഞ്ഞാൽ സൈസ്, എ എന്ന് പറഞ്ഞാൽ ഏജ്, എസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ്. നിങ്ങൾ ഈ ഒരു കോഡ് പഠിച്ച് തന്നെ വെക്കണം. ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കിക്കേ. ഹി വോർ എ ന്യൂ ബ്ലാക്ക് ലെതർ ജാക്കറ്റ്. ഈ ഒരു സെൻറ്റൻസിൽ ജാക്കറ്റാണ് നൗണായി വരുന്നത്. ആ നൗണിന് തൊട്ട് മുന്നേയായി ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഓർഡർ നോക്കിക്കേ. ഹി വോർ എ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനറാണ്. ദെൻ ന്യൂ എന്ന് പറയുന്നത് ഏജിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഓൾഡ്, യങ്, ഇതൊക്കെ ഏജ് എന്ന് പറഞ്ഞ ആ ഒരു ഓർഡറിൽ വരുന്നതാണ്. ദെൻ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അറിയാം കളറാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ലെതർ മെറ്റീരിയൽ, ജാക്കറ്റ് പർപ്പസ് അല്ലെങ്കിൽ നൗൺ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നൗണിന് തൊട്ട് മുന്നേ ആയി ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യും. ആ ഒരു ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ അഡ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. My dear fellow learners, I think now you all understood what an adjective and where is the position of adjective, order of adjectives. Okay, so let's wind up today's class. Tomorrow we can meet with another topic. Till then, bye, thank you, keep learning, keep shining with Grammar Galaxy.